ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അതിരപ്പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, വാട്ടർഫോൾസ് കാണാനായിട്ട്. അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണ്. ഞങ്ങൾ ഫാമിലിയോട് ഒന്നിച്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലെ കൈവഴികളായിട്ട് കെട്ടിയിട്ടുള്ളിടത്ത് കൂടെ കുറച്ച് ദൂരം, കുറച്ചധികം സമയം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം അടുത്ത് കാണാനായിട്ട് സാധിക്കും. കുറച്ച് ദൂരം നമുക്ക് നടക്കേണ്ടതുണ്ട്. പണ്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടൂറിന് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക്. അന്ന് നിരപ്പായ ഒരു സ്ഥലം പോലെയാണ്. ഇതുപോലെ ഒരു നമ്മൾ കുറേ കൈവഴികളായിട്ടൊന്നും കെട്ടിയിട്ടില്ല. ഇപ്പോൾ പ്രളയമൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ മണ്ണിടിഞ്ഞ് പോയതിന് ശേഷം ഇങ്ങനെ ഒക്കെ കൈവഴി കെട്ടിത്തിരിച്ചതായിരിക്കാം കേട്ടോ. അപ്പം നമ്മൾ അടുത്ത് വെച്ചിട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. വെള്ളപ്പാട് പോലെ ഇങ്ങനെ പണ്ടൊക്കെ ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു മൂന്നിനടക്കും കഴിഞ്ഞ ഞങ്ങൾ വന്നന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം സ്കൂൾ കുട്ടികളുടെയും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തു നിന്ന് ടൂർ വന്നവരുടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി ആ പാറക്കെട്ടുകളൊക്കെ മീതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പോൾ പോകുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പോകണം, നന്നായിട്ട് സൂക്ഷിച്ച് പോകണം. അതൊക്കെ സൂക്ഷിച്ച് ഒരു ഫീലാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും റീൽസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പം റെസ്റ്റ് ചെയ്യാനായിട്ട് അത് നമ്മള് ഫേസ്ബുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും, യൂട്യൂബൊക്കെ. പഴയത് അവർ നമ്മൾ കയറ്റി വിടും പ്രൊമോട്ട് ചെയ്തിട്ട്. എത്ര ബഡ്ജറ്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. നമ്മളിതുപോലുള്ള വലിയ പാറകളൊക്കെ സൂക്ഷിച്ച് പിടിച്ച് കടന്നു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അനിയന്മാരെ വൈഫാണ്. അപ്പോൾ അവർ റീൽസ് എടുക്കണം കേട്ടോ ഓരോ വിധത്തിലും. അപ്പോൾ നമ്മളെവിടെ പോയാലും ഒരുപാട് ഫോട്ടോസും അതുപോലെ തന്നെ അവിടെ നിന്ന് പറ്റാവുന്ന സ്ഥലത്തു നിന്നൊക്കെ പരമാവധി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. കാരണം നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊന്നും പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും അതുപോലെ ഇന്നത്തെ പോലെയുള്ള മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അങ്ങനത്തെ സിറ്റുവേഷനും അല്ല. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ പോകുമ്പോൾ പരമാവധി ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ശ്രമിക്കും. പിന്നെ ഒരിക്കലും നമുക്ക് അവിടേക്ക് പോയിട്ട് അവിടേക്ക് പോയി എന്നുള്ളതിൻ്റെ തെളിവും വേണം. പിന്നെ അതുമല്ല നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാൻ സാധിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ പോയ സ്ഥലത്തുനിന്ന് പരമാവധി ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ പലർക്കും തോന്നുന്നുണ്ടാവും എന്തിട്ടാ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് വെറൈറ്റി ആയിട്ട് എടുത്തിട്ട് റീൽസൊക്കെ ഇടാം. അപ്പോൾ വിചാരിക്കും ഇതിൽ വേറെ പണിയൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അതല്ല, അവിടുത്തെ പല സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതൊരു സന്തോഷമല്ലേ നമുക്ക് കണ്ടിരിക്കാനും. ഏതെങ്കിലും കാലത്തൊക്കെ നമുക്ക് വയ്യാതിരിക്കുന്ന കാലത്തൊക്കെ വയ്യാതാവണ കാലത്ത് നമുക്ക് കണ്ട് രസിക്കാനും പഴയ ഓർമ്മകളൊക്കെ കൈവിറക്കാൻ ഒരു രസമുള്ള കാഴ്ചകൾ അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസുകളുണ്ട്. അതൊക്കെ നമ്മൾ ഇതിനോടുകൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കണം. ഈ ഉടുപ്പ് എന്തിനാണ് ഇട്ടത്? നോക്കമ്മേനെ
അതിനെ പിടിച്ചാൽ നിർത്തി. ഫുള്ള് കിട്ടില്ലേ? ഫുള്ള് ഭംഗിയില്ലേ? എത്തിയോ? ഞങ്ങള് ഒരു മിനിറ്റ്. ഫോട്ടോസും വീഡിയോസൊക്കെ ഓരോരോ ഫോണുകളിലായിട്ടാണ് കിടക്കുന്നത്. കാരണം കുറച്ച് ഫോട്ടോസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ മറ്റുള്ളവരുടെ ഫോണിലാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വൈകിട്ടാണ് വീഡിയോസൊക്കെ ഒന്ന് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡർ ബൈ ഓർഡറായിട്ടൊന്നും ഇടാൻ പറ്റില്ല. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഫോട്ടോസും വീഡിയോസൊക്കെ കിടക്കുന്നത് ഫോണിൽ തന്നെ. നവീൻ ജോർജ് മീശ ഓടിച്ചപ്പോഴേ ഭയങ്കര ഗ്ലേസിങ് വന്നിട്ട് മുട്ടക്കി തലമുട്ട ഗ്ലേസ് കട്ടി നീ പോണേ അവിടെ നിന്നാ മതി. എത്ര പോണ്ടെങ്കിൽ ഇങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് നോക്കാനേ, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ. ഇവിടെ ഇങ്ങോട്ട് പോയോ ഈ ജോയി? നടന്ന് വായിങ്ങട് പൊക്കോടിയ ചേച്ചി ബാക്കിൽ തിരുപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ.
ഭർത്താവ് നേരത്തെ കണ്ണാടി വാങ്ങാൻ ഇതെന്താ നൈസി ഇളക്കണേ അതേ ഷേപ്പിൽ ചെയ്യാം. റൂജുപ്പന് നല്ല ഹാപ്പിയാണ് കേട്ടോ. അവൾ ഒറ്റടി വെച്ചിട്ടൊക്കെ കുറച്ച് ദൂരം നടന്നു. ആൻറ്റി ഇറങ്ങി വന്ന ക്ഷീണത്തിലിരിക്കുകയാണ്. ആൻറ്റിക്ക് മുട്ടുവേദനയൊക്കെ ഉള്ള ആളാണ്. മുട്ടൊക്കെ മാറ്റി വെച്ചതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തതാണ്. ഇതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല വൈബാണ് കേട്ടോ അവിടെ. അടിപൊളി സ്ഥലമാണ്. വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് കയറി വന്ന് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കയറിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു KTDCയുടെ റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. KTDCയുടെ റിസോർട്ട് അതിരപ്പള്ളിയുടെ മറ്റൊരു ഭാഗമായിട്ടുള്ള അയ്യമ്പുഴ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് കേട്ടോ. അവിടെ ഈ ഒരു പ്ലേസിൽ നമുക്ക് നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി കുളിക്കാനും നല്ല ഒരു സേഫ് സോൺ അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു റൂമും അവർക്ക് അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ല, ലഞ്ചും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ലഞ്ച്. അപ്പോൾ ഞങ്ങളവിടെ റൂമിൽ പോയിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കുറച്ച് സമയമൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഈ അയ്യമ്പുഴ വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലം, ആ ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ, കുട്ടികളായാലും നല്ല സേഫായിട്ടിരുന്ന് കുളിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയ സ്ഥലം. നല്ല വഴുക്കലൊക്കെ ഉണ്ട്, പക്ഷെ സൂക്ഷിച്ച് ഇരുന്ന് കുളിപ്പിക്കാനും കുട്ടികളെ കളിപ്പിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം. നേരെ പോയിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് 6 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അന്ന് തന്നെ കുറച്ച് സമയത്തേക്കാണ്, 2 മണിക്ക് നമ്മൾ ലഞ്ചിൻ്റെ ടൈമിൽ നമ്മൾ അവിടെ എത്തി. ലഞ്ചൊക്കെ കഴിച്ച് റൂമിൽ പോയിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് അതിന് ശേഷം ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ അവർ പറഞ്ഞ സേഫായ സ്ഥലത്ത് പോയിട്ട് കുട്ടികളൊക്കെ കുളിപ്പിച്ചു. എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്തു. നന്നായി എൻജോയ് ചെയ്തു. ഇവിടെ പോവാത്തവരുണ്ടെങ്കിൽ പോകണം കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. നല്ല സൂക്ഷിച്ച് നമ്മൾ ഇറങ്ങുകയൊക്കെ ചെയ്ത് അടിപൊളിയാണ്. വലിയ ആഴമൊന്നുമില്ല.
ഞാൻ